നേരത്തെ ചരൽ ഫൈസൽ നമുക്കൊപ്പം തത്സമയം അതിഥിയായി അദ്ദേഹം തുടരുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് രാമനാട്ടുകരയിലെ സ്വർണ്ണക്കടത്തിനിടെയുണ്ടായ വാഹനാപകടത്തെക്കുറിച്ചാണ്. അതിൽ അദ്ദേഹത്തിനുണ്ടായ ചില സംശയങ്ങളാണെന്ന് പറയുന്നത്. പുനരന്വേഷണം വേണമെന്ന് പറയുന്നു. എന്തായിരുന്നു ആ വാഹനാപകടം എന്നതാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. 2021 രാമനാട്ടുകര അപകടമുണ്ടായത്. ജീവൻ നഷ്ടമായത് 5 യുവാക്കൾക്കാണ്. സ്വർണം പൊട്ടിക്കൽ എന്ന വാക്ക് മലയാളികൾക്ക് സുപരിചിതമായതും അന്ന് തന്നെയാണ്. സ്വർണ്ണക്കടത്തിന്റെയും പൊട്ടിക്കലിന്റെയും കുടിപ്പകയുടെയും എല്ലാം കഥയുണ്ട് ഈ അപകടത്തിന് പിന്നിൽ. 2021 ജൂൺ മാസം 21 പുലർച്ചെ രാമനാട്ടുകരയിൽ ചരക്ക് ലോറിയും ജീപ്പും കൂട്ടിയിടിച്ച് അപകടമുണ്ടായെന്ന വാർത്തയാണ് ആദ്യം എത്തുന്നത്. ജീപ്പിലുണ്ടായിരുന്ന 5 പേർ മരിച്ചെന്ന വിവരവും പിന്നാലെ എത്തി. സാധാരണ അപകടമെന്ന് കരുതിയിടത്തു നിന്നാണ് സ്വർണ്ണക്കടത്തിൻ്റെയും പൊട്ടിക്കലിൻ്റെയും ചുരുളഴിയുന്നത്. കോഴിക്കോട് വിമാനത്താവളം കേന്ദ്രീകരിച്ചായിരുന്നു മുഴുവൻ ആസൂത്രണവും. ദുബായിൽ നിന്ന് കടത്തി കോഴിക്കോട് വിമാനത്താവളത്തിലെത്തിക്കുന്ന സ്വർണത്തിനായി കാത്തിരുന്നത് നിരവധി സംഘങ്ങൾ. എന്നാൽ അന്ന് സ്വർണവുമായി എത്തിയ മൂർക്കനാട് സ്വദേശി മുഹമ്മദ് ഷഫീഖ് കസ്റ്റംസിന്റെ പിടിയിലായി. ഇയാളിൽ നിന്ന് കണ്ടെടുത്തത് 2.33 കിലോ സ്വർണം. കൊടുവള്ളി സംഘത്തിന് വേണ്ടിയാണ് മുഹമ്മദ് ഷഫീഖ് ദുബായിൽ നിന്ന് സ്വർണം എത്തിച്ചത്. എന്നാൽ സ്വർണം വരുന്ന വിവരം ഷഫീഖ് തന്നെ ചോർത്തിയതനുസരിച്ച് വിമാനത്താവളത്തിന് സമീപം കണ്ണൂർ സംഘവും നിലയുറപ്പിച്ചിരുന്നു. കൊടുവള്ളി സംഘത്തിന് സുരക്ഷയൊരുക്കാനാണ് അപകടത്തിൽപ്പെട്ട ചെർപ്പുളശ്ശേരി സംഘം എത്തിയത്. സ്വർണം സ്വീകരിക്കാൻ കൊടുവള്ളി സംഘവും തട്ടിയെടുക്കാൻ കണ്ണൂർ സംഘവും. സ്വർണവുമായി കാരിയർ പിടിയിലായെന്നറിഞ്ഞതോടെ കണ്ണൂർ സംഘം മടങ്ങി. ഈ യാത്ര സ്വർണവുമായെന്ന് തെറ്റിദ്ധരിച്ച ചെർപ്പുളശ്ശേരി സംഘം 3 വാഹനങ്ങളിലായി ഇവരെ പിന്തുടർന്നു. മത്സരയോട്ടം രാമനാട്ടുകരയിലെത്തിയപ്പോഴാണ് അപകടമുണ്ടായത്. ചെർപ്പുളശ്ശേരി സംഘത്തിന്റെ ജീപ്പ് രാമനാട്ടുകര ബൈപ്പാസ് ജംഗ്ഷന് സമീപത്ത് വെച്ച് ചരക്ക് ലോറിയുമായി കൂട്ടിയിടിച്ചു. പാലക്കാട് സ്വദേശികളായ നാസർ, ഷഹീർ, താഹിർ ഷാ, ഹുസൈനാർ, സുബൈർ എന്നിവർ മരിച്ചു. അപകട സ്ഥലത്ത് വെച്ച് പിടിയിലായവരിൽ നിന്നാണ് സ്വർണ്ണക്കടത്തിന്റെ കഥ വെളിപ്പെടുന്നത്. സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലും കുടിപ്പകയുമാണ് വലിയ ദുരന്തത്തിലേക്ക് നയിച്ചത്. 3 വർഷത്തിനിപ്പുറവും കേസന്വേഷണം പൂർണ്ണതയിലെത്തിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം. അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്. അഭിജിത്ത് സൂചിപ്പിച്ചതുപോലെ രാമനാട്ടുകര സ്വർണ്ണക്കടത്തിൽ അന്വേഷണം എങ്ങും എത്താതെ പോവുകയാണ്. 65 പ്രതികളിൽ 55 പേരെയാണ് പോലീസ് പിടികൂടിയത്. എന്നാൽ കുറ്റപത്രം ഇതുവരെ സമർപ്പിച്ചിട്ടില്ല. എല്ലാവരും നിലവിൽ ജാമ്യത്തിലാണ്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി. വിപിൻ, ഇപ്പോൾ ഈ അപകടവുമായി ബന്ധപ്പെട്ട് തനിക്കുണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ, അത് വെളിപ്പെടുത്തലുകളൊക്കെയാണ് ഫൈസൽ നമ്മോട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈ കേസിന്റെ അന്വേഷണം ശരിയായ രീതിയിലല്ല പോകുന്നത്, പുനരന്വേഷണം വേണമെന്നുള്ളതാണ്. ഇതിൽ ഇത്രയും വർഷമായിട്ടും കുറ്റപത്രം പോലും സമർപ്പിച്ചിട്ടില്ല എന്നുള്ളത് ഇത് നമുക്ക് എന്താണ് ഇതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്? അനുജ, ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ പിന്നീട് ഒരു അന്വേഷണവും നടക്കുന്നില്ല. ഇത്ര പ്രധാനപ്പെട്ട ഒരു കേസിൽ പിന്നീട് എന്ത് സംഭവിച്ചു എന്നതിന് ആർക്കും വ്യക്തമായൊരു ഉത്തരവുമില്ല. ഇതിൽ നിന്ന് തന്നെ ആ ദുരൂഹത, ഒരു പുകമറ കൃത്യമാണ്. കാരണം ഇത് 2021 ജൂൺ 21 നടന്ന ഒരു സംഭവമാണ്. ഇത് സ്വർണ്ണക്കടത്തിന് ഈ അപകടമുണ്ടാവുന്നു, 5 പേർ മരിക്കുന്നു, അതിൽ സ്വർണ്ണക്കടത്തിന് പങ്കുണ്ട് എന്നുള്ള വലിയ വിവരങ്ങൾ, ഞെട്ടലുണ്ടാക്കുന്ന ഒരു വിവരം പുറത്തു വരികയും ചെയ്യുന്നു. 2 കേസുകളാണ് ഇതിൽ എടുത്തിരിക്കുന്നത്. ആദ്യം ഈ അപകട മരണത്തെ സംബന്ധിച്ച് ഫറൂഖ് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. ഇതിൽ ഡ്രൈവർ അടക്കമുള്ള 5 പേർ മരിച്ചു എന്നുള്ളതും ആ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. മറ്റൊന്നുള്ളത് ഈ കവർച്ചയും അതിന്റെ ആസൂത്രണവുമായി ബന്ധപ്പെട്ടതാണ്. അത് കരിപ്പൂർ പോലീസാണ് അന്വേഷിച്ചത്. ആ അന്വേഷണം 55 പേർ ഉണ്ടായിരുന്നു ഈ കേസിൽ. 55 പ്രതികൾ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നു. അതിൽ 45 പേരെ പിടികൂടി. പിന്നീടുള്ള 2 പേർ വിദേശത്താണ്. ബാക്കിയുള്ള ആളുകളെ ഇപ്പോഴും പിടിയിലായിട്ടില്ല. അതിൽ പ്രധാനപ്പെട്ട ആളുകൾ, അതായത് ഈ സ്വർണം വിദേശത്ത് നിന്ന് കേരളത്തിലേക്ക് ആരാണോ കൊടുത്തയച്ചത് അവരുൾപ്പെടെയുള്ളവർ ഇപ്പോഴും പിടിയിലായിട്ടില്ല. ഇത് കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോൾ ജാമ്യത്തിലുമാണ്. അന്ന് ഒരു പ്രത്യേക സംഘത്തെ ഈ കേസന്വേഷണത്തിന് മാത്രമായി രൂപീകരിച്ചിരുന്നു. ഇത് പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്നുള്ളത്, ക്രൈംബ്രാഞ്ച് അന്ന് ഈ രാമനാട്ടുകര സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് പ്രത്യേകമായി അന്വേഷിക്കും, ഈ സ്വർണ്ണക്കടത്തിന്റെ വഴികൾ, അതിന്റെ ദുരൂഹതയൊക്കെ അന്വേഷിക്കുമെന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. അവർ രാമനാട്ടുകര കേസ് ആദ്യം ഏറ്റെടുക്കുമെന്നുള്ളതും അറിയിച്ചിരുന്നു. എന്നാൽ അതും എവിടെയും എത്തിയില്ല. അതേക്കുറിച്ച് യാതൊരു വ്യക്തതയും നിലവിൽ ഇല്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പോൾ ഇങ്ങനെ കിടക്കുമ്പോൾ അതിൽ തന്നെ ഇപ്പോൾ നമുക്ക് കസ്റ്റംസും ഈ കേസ്
അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അതിലാണ് കണ്ണൂരിലെ ഡിവൈഎഫ്ഐയുടെ മുൻ ഭാരവാഹിയായിട്ടുള്ള അർജുൻ ആയങ്കി ഒക്കെ പ്രതിയാവുന്നത്. 5ാം പ്രതിയായിരുന്നു അർജുൻ ആയങ്കി. ഈ കേസ് വന്നതിന് ശേഷം പാർട്ടി അദ്ദേഹത്തെ തള്ളിപ്പറയുകയൊക്കെ ചെയ്തു. ഒപ്പം തന്നെ ഇതിൽ TP വധക്കേസുമായി ബന്ധപ്പെട്ട പ്രതികൾക്ക് പങ്കുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അവരെയൊക്കെ ചോദ്യം ചെയ്തു എന്നുണ്ടെങ്കിലും പിന്നീട് തെളിവില്ല എന്ന് കണ്ടെത്തുകയായിരുന്നു. അങ്ങനെ കസ്റ്റംസ് അന്വേഷിച്ചതിലായാലും പോലീസ് അന്വേഷിച്ചതിലായാലും ആർക്കും തന്നെ ഇതിൽ ഒരു ശിക്ഷ ലഭിക്കുന്ന തരത്തിലേക്ക് ഒന്നും എത്തിയിട്ടില്ല. ഇത്രയേറെ പ്രതിപട്ടികയിൽ ആളുണ്ട്, അവരൊക്കെ തന്നെ ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്തിരിക്കുന്നു. കേസ് എവിടെ എത്തിയിട്ടില്ല. ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ട് പോലും ഈ മരിച്ചവരുടെ കുടുംബത്തിന് ഇതുവരെയും നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ എത്ര ഗുരുതരമായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു വീഴ്ച ഈ രാമനാട്ടുകര കേസിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതിൽ ഈ സ്വർണ്ണക്കടത്തിന്റെ ഒരു ലോബിയുടെ ഒരു പങ്ക് എത്രത്തോളം ഉണ്ടെന്നുണ്ട്. അന്ന് ഈ കണ്ണൂർ ലോബിയിലേക്കൊക്കെ അതിൻ്റെ ഒരു അന്വേഷണമൊക്കെ പോയിരുന്നു. പക്ഷേ എല്ലാം തന്നെ ഒരു ഘട്ടം എത്തുമ്പോൾ പിന്നീട് ഒരു വിവരവുമില്ലാത്ത രീതിയിൽ തേഞ്ഞുമാഞ്ഞു പോകുന്ന അവസ്ഥയാണ്. അനുജ, അതാണിപ്പോൾ രാമനാട്ടുകര സ്വർണ്ണക്കടത്തിൽ ഏത് തരത്തിലേക്ക് അന്വേഷണം മുന്നോട്ട് പോയി പിന്നീട് ഒരു ഘട്ടം എത്തുമ്പോൾ നിലച്ചു പോകുന്ന അവസ്ഥയിലേക്ക് പോയി. എന്തുകൊണ്ടാണ് ആ തരത്തിലേക്ക് ഇത്തരം കേസുകൾ നിന്നു പോകുന്നത് എന്നൊക്കെയുള്ളത് ഉയർത്തുന്ന സംശയങ്ങൾ വളരെ വലുതാണ്.